ഹലോ, വെൽക്കം ടു ഡേ 2 ഇൻ നേപ്പാൾ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ അതിരാവിലെ തന്നെ ഒരു ക്യാബൊക്കെ ബുക്ക് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ചന്ദ്രഗിരി ഹിൽസിലേക്ക് വന്നേക്കുകയാണ്. സോ ചന്ദ്രഗിരി ഹിൽസ് തമേലിൽ നിന്നൊരു 10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു കേബിൾ കാർ റൈഡ് ടു ദ ടോപ്പ് ഓഫ് ദ ഹിൽ അത് കിട്ടും. പ്ലസ് അവിടെ മുകളിലായിട്ട് ഭലേശ്വർ മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഏർലി മോർണിംഗ് തന്നെയാണ്. ഇത് ഓപ്പൺ ആവുന്നത് 9 മണിക്കാണ്. സോ നിങ്ങൾ അപ്പം തന്നെ അവിടെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വെയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാൻ സാധിക്കും. സോ കേബിൾ കാർ റൈഡ് നമ്മൾ കാശ്മീരിൽ ഗുൽമർഗിൽ ഓൾറെഡി പോയിട്ടുണ്ട്. സോ അത് ഞങ്ങൾക്ക് ന്യൂ എക്സ്പീരിയൻസ് അല്ല. പക്ഷേ ചന്ദ്രഗിരി ഹിൽസിലെ ഈ ഒരു കേബിൾ കാർ റൈഡ് മസ്റ്റ് ട്രൈ ആണ്. കാരണം 2500+ മീറ്റർ എബോവ് ആണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് നമ്മളിങ്ങനെ പോയി ആദ്യമൊന്നും നമുക്ക് നല്ല എല്ലാം കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ പോയി ഭയങ്കര സ്റ്റീപ്പായിട്ട് പോയി അവസാനം ഫുൾ കോടയുടെ ഇടയിലാവും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ കോട. ഏത് സൈഡ് നോക്കിയാലും കോടേൻ്റെ അകത്തൂടി നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കിരണ് നല്ല പേടിയുണ്ട്, പക്ഷേ ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പുറകിൽ നല്ല കോട. നീ ഇപ്പൊ കോടയിൽ മുങ്ങിപ്പോന്ന് തോന്നുന്നു. കേബിൾ കാറിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 800 NPR ആണ്, 2-way ടിക്കറ്റ്. അപ്പം അങ്ങനെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ എന്താ 1-way, തിരിച്ച് വേറെ വഴിയോ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചു. കേബിൾ കാർ അല്ല. അപ്പം ഹൈക്ക് ചെയ്ത് വരുന്നവരുണ്ട്, കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ട് തിരിച്ച് കാട്ടിക്കൂടി ഹൈക്ക് ചെയ്ത് വരുന്നവരുമുണ്ട്. സോ അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ വരാം. ബട്ട് നമ്മളെപ്പോലെ നോർമലായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ടല്ല, ഒരു ട്രെക്കിങ്ങിന് പ്രിപ്പയർ ആയിട്ടല്ലല്ലോ നമ്മൾ വന്നത്. സോ നമ്മൾ 2-way ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ നമ്മൾ എത്തി. സോ പിന്നെ ഇനി അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതലും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ടെമ്പിൾ വൈബാണ് കിട്ടുന്നത്. ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ ബർഗറും ചിക്കൻ റോളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആ ഒരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ മീനൊക്കെ വിൽക്കുന്നതും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിവേ ഇവിടെ ഒരു ടവറും ഉണ്ടായിരുന്നു വ്യൂ പോയിന്റിനുള്ള. ഈ അന്നപൂർണ ആൻഡ് എവറസ്റ്റിൻ്റെ ആ ഒരു വാലി ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നല്ല ഫോഗ് ഉള്ളത് കൊണ്ട് കയറിയിട്ട് കാര്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. സോ ഞങ്ങൾ അതിന് കയറാൻ നിന്നില്ല. അതിന് പ്രത്യേകം ടിക്കറ്റ് എടുക്കണമായിരുന്നു. ഓൾസോ ഇത് മൊത്തത്തിലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ അഡ്വഞ്ചറസ് സ്പോർട്സ് ആക്ടിവിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിപ്പ് ലൈൻ, സൈക്ലിംഗ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കുറവായിരുന്നു. ആൾക്കാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എന്താ സിപ്പ് ലൈൻ ചെയ്യുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അദ്ദേഹത്തെ നോക്കിയിരുന്നു. അവസാനം ഞങ്ങൾ ഇതേ കേബിൾ കാറിൽ തന്നെ നമുക്ക് റിട്ടേൺ ടിക്കറ്റും ആദ്യം തന്നെ തരും കേട്ടോ. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് കാണിച്ച് നമ്മൾ ഈ കേബിൾ കാറിൽ തന്നെ റിട്ടേൺ അടിക്കണം. അപ്പം അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എഗെയിൻ ഫോഗിൻ്റെ അകത്തുകൂടി നമ്മൾ താഴോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ചന്ദ്രഗിരി ഹിൽസിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നു. ബസന്ത്പൂർ ദർബാർ സ്ക്വയറിലേക്കാണ് നമ്മൾ വന്നത്. നമ്മൾ ഇന്നലെ വിസിറ്റ് ചെയ്തത് കാഠ്മണ്ഡു ദർബാർ സ്ക്വയർ ആണ്. കാഠ്മണ്ഡു ദർബാർ സ്ക്വയറിനെ കാട്ടി കുറച്ചുകൂടി വിസ്തീർണവും വലുപ്പവും ഉള്ളതാണ് ഈ ബസന്ത്പൂർ ദർബാർ സ്ക്വയർ. ആൻഡ് ഇത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ്. നേപ്പാളിൻ്റെ ചരിത്രവും ട്രഡീഷൻസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ദർബാർ സ്ക്വയർ. അത് അവിടുത്തെ ബിൽഡിങ്സും ആർക്കിടെക്ചേഴ്സും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും.
മല്ല ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന കിങ് പൃഥ്വിനാരായ ഷായാണ് 19th സെഞ്ച്വറിയിൽ ഈ ദർബാർ സ്ക്വയർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിൽ തന്നെ പലതരം ബിൽഡിങ്സ് ഉണ്ട്. ചിലത് പാലസ് ആവാം, ചിലത് അമ്പലമാവാം. പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ട് അവരിപ്പോഴും ആരാധിക്കുന്ന അമ്പലങ്ങളും ഉണ്ട്. നമ്മളവിടെ കറങ്ങി നടക്കുമ്പോഴാണ് അവിടെ ചെറിയ രീതിയിലൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദി സീരിയലിൻ്റെ വല്ലതും, നേപ്പാളി സീരിയൽസിൻ്റെ വല്ലതുമായിരിക്കാം. എനിവേ അവിടുത്തെ ആക്ടറിനെ ആ പാട്ടൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം ഞങ്ങൾ അത് തന്നെ നോക്കി നിന്നു. അഞ്ചു അടുത്ത് ഞങ്ങൾ പോയത് ഭക്താപൂർ ദർബാർ സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററാണുള്ളത്. ഇതും യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളൊരു സ്പോട്ടാണ്. നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത ബസന്ത്പൂർ ദർബാർ സ്ക്വയറിനെക്കാട്ടിലും വളരെ വലുതായിട്ടുള്ള ഒരു ദർബാർ സ്ക്വയറാണിത്. ഇതിനകത്ത് തന്നെ 55ഓളം വിൻഡോ പാലസും ഒരുപാട് ടെമ്പിളും ലയൺ ഗേറ്റ് അങ്ങനെ ഒരുപാട് ഗോപുരങ്ങളും ബിൽഡിംഗ് സ്ട്രക്ചേഴ്സൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നടക്കാൻ തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. ഇതും മല്ല ഡൈനാസ്റ്റിയുടെ പീരീഡിൽ, അതായത് 14th 15th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ദർബാർ സ്ക്വയർ ആണ്. ഇതും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ആൾക്കാർ ഒരുപാട് വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു മലയാളി ഗ്യാങ്ങിനെയും ഗ്രൂപ്പായിട്ട് വന്ന മലയാളി ഗ്യാങ്ങിനെയൊക്കെ ഇവിടെ കണ്ടിരുന്നു. കുറച്ച് പേര് ഇവിടെ നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് റീൽ വീഡിയോയ്ക്കും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കാരണം ഈ ബിൽഡിങ്സിൻ്റെ സ്ട്രക്ചറും ഗോപുരത്തിൻ്റെ ആ ബ്യൂട്ടിയൊക്കെ നമ്മൾ ക്യാമറയിൽ പകർത്താനായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടും വെയിലുമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡാൻസ് റീൽ എടുക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് ഈ ചൂടത്ത് ഉള്ള ഒരു ഡിസ്കംഫർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് ഡാൻസ് റീലൊന്നും എടുക്കാൻ തോന്നിയില്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ അവിടെ ഏതെങ്കിലും ഒരു പടിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോപുരത്തിൻ്റെ അവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 2 ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആവാറായി. അപ്പോഴാണ് നമ്മുടെ കിരണിന് ടിബറ്റൻ മോണസ്ട്രിയിൽ പോകണമെന്നുള്ള ഒരേ നിർബന്ധം. ഞാൻ പിന്നെ ആയിക്കോട്ടെ, അവൻ ഗൂഗിൾ മാപ്പിൽ കണ്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ടിബറ്റൻ മോണസ്ട്രി ഉണ്ട്. അതായത് നമ്മൾ മൈസൂരിൽ പോയപ്പോൾ കണ്ടിട്ടുള്ളതാണ്, റിംപോഷകളുള്ള ഒരു ഏരിയ. അപ്പം അവിടേക്ക് പോയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ പറഞ്ഞു അവിടെ കയറാനുള്ള സമയം കഴിഞ്ഞു,
അത് 4-5 മണി വരെ ഉള്ളൂ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിരുന്നു. അവർ പറഞ്ഞു ഓക്കെ ബൈ, പൊക്കോ, കയറ്റത്തില്ല എന്ന്. അങ്ങനെ ഡിസപ്പോയിൻ്റ് ആയിട്ട് വരുന്ന കിരണിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം അതുവഴി നടന്നു വന്നിരുന്ന 3 മോങ്കിനെ കണ്ട് കിരണ് കൃതാർത്ഥനാവേണ്ടി വന്നു. അല്ലാണ്ട് വേറെ വഴിയില്ല, അവർ കയറ്റി വിട്ടില്ല. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ വൈൻഡപ്പ് ആവാറ് സമയമായി. പക്ഷെ നമ്മൾ റൂമിലോട്ടല്ല പോകുന്നത്. നമുക്ക് നാളെ രാവിലെ പൊക്കാരയിൽ എത്തേണ്ടതുണ്ട്. സോ നമ്മൾ നേരെ ഗൊങ്കാബു ബസ് സ്റ്റാൻഡിലേട്ടാണ് പോകുന്നത്. നമുക്ക് പൊക്കാരയിലോട്ടുള്ള ബസ് കിട്ടും. സോ ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ബസ്സിലോട്ടൊക്കെ കയറാമെന്ന്. പക്ഷേ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയതും അത്രേ ഓർമ്മയുള്ളൂ. എത്തിയത് അവർ ടൂറിസ്റ്റാണെന്ന് മനസ്സിലായതും പൊക്കാരയിലോട്ടാണോ വാ കയറ്, ബസ് ഇപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ച് അങ്ങ് ബസ്സിനകത്ത് കയറ്റിയിരുത്തി. എനിവേ കുഴപ്പമില്ല, ഞങ്ങളതിൽ കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിവേ നമ്മൾ ഒരു വെളുപ്പിന് 5 മണിയൊക്കെ ആകുമ്പം നമ്മൾ പൊക്കാരയിലെത്തും.